ഹലോ എവരിവൺ, വെൽക്കം ടു ഫോർ ദ എന്തൂസിയാസ്റ്റ്. എൻ്റെ പേര് ചന്ദൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങുന്ന രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന്, അത് പണം ലാഭിക്കാനായിട്ട് പെട്രോൾ അടിക്കുന്നതിൽ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് മെയിൻ്റനൻസിൽ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാം എന്ന് കരുതി വാങ്ങുന്ന ആൾക്കാരുണ്ട്. മറ്റൊന്ന്, ഇത് ഓട്ടിക്കുന്നതിൻ്റെ ഫണ്ണ് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്ത് വാങ്ങുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് കരുതുക. ദയവ് ചെയ്ത് നിങ്ങൾ പോയി ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ വാങ്ങരുത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഒന്ന്, പ്രൈസ് ഓഫ് ചാർജിങ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യുന്നത് ഒരു സാധാ വണ്ടിയിൽ നിന്ന് എക്സ്ട്രാ കുറച്ച് പ്രീമിയം കൊടുത്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങുന്നത്. എസ്പെഷ്യലി കാറുകളിൽ വീട്ടിലെ 7 രൂപ 8 രൂപ റേറ്റിൽ നമ്മളത് ചാർജ് ചെയ്യുമ്പോഴുള്ള ലാഭമാണ് നമുക്കതിൽ കിട്ടുന്നത്. നമ്മളൊരു പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ പെർമനൻ്റ് ആയിട്ട് പോയി ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ 20 രൂപ അടുപ്പിച്ച് റേറ്റിൽ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ അഡീഷണൽ ആയിട്ട് കൊടുത്ത കോസ്റ്റ് നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ ഒരുപാട് വർഷം എടുത്തുനിന്ന് വരും. അത് സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. രണ്ട്, കൺവീനിയൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു. നിങ്ങൾ വീട്ടിലെത്തുന്ന സമയത്ത് ചാർജ് ഏതാണ്ട് 5% ഉള്ളൂ. നിങ്ങൾ എന്നും ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ നിങ്ങൾ ഓഫീസിൽ പോകുന്ന വഴിക്കാണ് ചാർജ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. രാത്രിയിൽ നിങ്ങൾ എത്തിയ ശേഷം നിങ്ങളുടെ വീട്ടിലൊരു എമർജൻസി, അച്ഛനോ അമ്മയ്ക്കോ കുട്ടിക്കോ ആർക്കെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു എമർജൻസി വന്നാൽ സഡൻലി നിങ്ങളുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടായിട്ട് പോലും ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ഈ പോകുന്ന വഴി പിന്നെ ചാർജ് ചെയ്തിട്ടൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കില്ലല്ലോ. അതേസമയം നിങ്ങളുടെ വീട്ടിൽ ചാർജർ ഉണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലെത്തി ഒരു 1 to 2 hours എങ്കിലും പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാവും. അടുത്തൊരു ഹോസ്പിറ്റലിൽ ഒരു ഓടി എത്താനുള്ള ചാർജ് എന്തായാലും അതിനുണ്ടാവും. ഇനി അടുത്ത വരുന്നത് ഹെൽത്ത് ഓഫ് ബാറ്ററീസ് ആണ്. ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം പിടിച്ചൊരു സാധനമാണ് ബാറ്ററിക്കുള്ളിൽ ടെമ്പറേച്ചർ ബിൽഡ് ആവുക എന്ന് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ബിൽഡപ്പ് വളരെ ഹൈ ആയിരിക്കും. ഇത് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതേസമയം നിങ്ങൾ വീട്ടിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വളരെ സ്ലോയിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ചാർജിങ്ങിൽ ബാറ്ററിയിൽ നിന്ന് അത്രയും ടെമ്പറേച്ചർ ബിൽഡ് ആവുന്നില്ല. മാനുഫാക്ചറേഴ്സ് നിന്ന് സെല്ലുകൾ വരുമ്പോൾ, അതായത് ഒരു കമ്പനിക്ക് മാനുഫാക്ചറർ സെല്ലിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും എത്ര ശതമാനം മുതൽ എത്ര ശതമാനം വരെ ഈ ബാറ്ററി ഉപയോഗിക്കാം. ബാറ്ററി സെല്ല് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി ഒരു ചെറിയ ബഫർ ഇട്ടിട്ടുണ്ട്. അതായത് മുകളിലും താഴെ ഒരല്പം കുറച്ചിട്ടാണ് പറയുന്നത് ഇത്രയും വരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ മാനുഫാക്ചർ കയ്യിൽ ഇത് കിട്ടുമ്പോഴോ അവർ ചെയ്യുന്നത് അതിലൊരു അഡീഷണൽ ബഫർ ഇടും. സെൽ മാനുഫാക്ചർ 95-15% ഇടയ്ക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞതെങ്കിൽ മാനുഫാക്ചർ തീരുമാനിക്കും വേണ്ട, 90-നും 20-നും ഇടയ്ക്ക് വർക്ക് ചെയ്താൽ മതി. ആ സെറ്റ് ചെയ്ത ബഫറാണ് നിങ്ങൾ കാണുന്ന 0%, നിങ്ങൾ കാണുന്ന 100%. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൽ തന്നെ 20 മുതൽ 80% വരെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് ഭയങ്കരമായിട്ട് പ്രൊലോങ് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ ചാർജർ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇതും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നിങ്ങൾ ചിലപ്പോഴൊക്കെ അൺപ്ലാൻഡ് ആയിട്ടൊരു സ്ഥലത്ത് പോകേണ്ടി വരിക, അന്നേരം ഒരുപാട് ബാറ്ററി ഡ്രെയിൻ ആയി പോവുക, 20%-ന് താഴെ വരേണ്ട സിറ്റുവേഷൻ വരിക. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുമ്പോൾ വഴിയിൽ നിന്ന് ഫാസ്റ്റ് ചാർജിങ് കിട്ടുവാണെങ്കിൽ അന്നേരം മാക്സിമം ചാർജ് ചെയ്ത് 80%-ന് മുകളിൽ വരെ എത്തിക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ ഓടി നമ്മൾക്ക് എത്തേണ്ടടുത്ത് എത്തുന്ന ഒരു സിനാരിയോ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവും. മറ്റൊന്ന്, കഴിയുമെങ്കിൽ ബൈ ദി ബിഗ്ഗസ്റ്റ് ബാറ്ററി അവൈലബിൾ. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബാറ്ററി വാങ്ങിയാൽ പോരെ. പക്ഷേ ഞാൻ കുറച്ച് പോയിന്റ്സ് പറയാം. ഈ പോയിന്റുകൾ നിങ്ങൾക്ക് സെൻസിബിൾ ആണെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, വാഹനങ്ങളെല്ലാം ബിൽഡ് ചെയ്യുന്നത് ഒരേ വോൾട്ടേജ് പ്ലാറ്റ്ഫോമുകളിലാണ്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനും ഒന്നിൽ കൂടുതൽ റേഞ്ച് ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് 70 kWh, 90 kWh, 100 kWh എങ്ങനത്തെ കപ്പാസിറ്റി ആണെന്നാലും യൂഷ്വലി ഡിസൈൻ ചെയ്യുന്നത് സെയിം ആർക്കിടെക്ചറിലായിരിക്കും. അതായത് ഒരേ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരേ മോട്ടർ, ഒരേ കൺട്രോളറും ഈ ബാറ്ററിയുടെ കേസിംഗ് ഉൾപ്പെടെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് യൂഷ്വലി ഡിസൈൻ ചെയ്യുന്നത്. ലോ റേഞ്ച് മോഡലുകൾക്ക് 3500 mAh സിലിണ്ടറിക്കൽ സെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോങ് റേഞ്ച് മോഡലുകളാകുമ്പോൾ അത് 5000 mAh മാറ്റും. ഇങ്ങനെ നമുക്ക് കപ്പാസിറ്റി കൂട്ടാം. ഒന്ന് രണ്ട് മോഡ്യൂളുകൾ ഒഴിവാക്കാം. എന്നിട്ട് ലോ റേഞ്ചിന് മോഡ്യൂളുകൾ കുറവും ലോങ് റേഞ്ചിന് മോഡ്യൂളുകൾ ആഡ് ചെയ്തും വരാം. വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത് ഒരു പവർഫുൾ മോട്ടോർ വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങളുടെ ബാറ്ററിക്ക് ആ പവർഫുൾ മോട്ടറിനെ റൺ ചെയ്യാനുള്ള പവർ ഇല്ല. 100 kW ഒരു മോട്ടറാണ് നിങ്ങളുടെ കാറിൽ പ്ലേസ് ചെയ്തേക്കുന്നത് കരുതുക. അത് ലോങ് റേഞ്ചിനും ഷോർട്ട് റേഞ്ചിനും സെയിം മോട്ടറും സെയിം കൺട്രോളറും തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഈസ് ഷോർട്ട് റേഞ്ച് വാഹനത്തിന് ബാറ്ററിക്ക് കൊടുക്കാൻ കഴിയുന്ന കറണ്ടിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയാം. 100 സെല്ലുകൾ നമുക്ക് പാരലായിട്ടുണ്ടെന്ന് കരുതുക. ഓരോ സെല്ലിനും 1 ആംപിയർ വെച്ച് കൊടുക്കാനുള്ള കഴിവുണ്ട് ഷോർട്ട് റേഞ്ച് ബാറ്ററിക്ക്. അതുകൊണ്ട് നമുക്ക് 100 ആംപിയർ കിട്ടും. പക്ഷേ ഇതേ സമയത്ത് ലോങ് റേഞ്ച് ബാറ്ററി ആണെങ്കിൽ ഒന്നുകിൽ ഈ കൊടുത്ത 100 സെല്ലുകൾക്കും 1.5 ആംപിയർ കൊടുക്കാൻ സാധിക്കുന്നു, സഡൻലി നമുക്ക് കുറേ കൂടെ പവർ അവൈലബിൾ ആവുന്നു. ഇല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് സെല്ലുകൾ ആഡ് ചെയ്യുന്നു. ലെറ്റ്സ് സേ 100 എന്നുള്ളത് 150 സെല്ലായി,
അപ്പോൾ 150 ആംപിയേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഈ പറഞ്ഞ അതേ ബെനിഫിറ്റ്, അതായത് മോട്ടറിൽ കിട്ടുന്ന അതേ ബെനിഫിറ്റ് തന്നെ നമുക്ക് ചാർജിങ്ങിലും കിട്ടും. ഇപ്പം BE6E എന്ന് പറയുന്ന മഹീന്ദ്രയുടെ പുതിയ വണ്ടിയുടെ 2 വേരിയൻറ്റുകൾ എടുത്ത് നോക്കിയാൽ ഒരെണ്ണത്തിൽ 150 കിലോ വാട്ടും ഒരെണ്ണത്തിൽ 175 കിലോ വാട്ട് ചാർജിങ്ങുമാണ് പറഞ്ഞേക്കുന്നത്. അകത്തേക്ക് കൊടുക്കുന്ന എനർജിയെ സ്വീകരിക്കാൻ കൂടുതൽ നമ്പർ ഓഫ് സെല്ലുകളോ കൂടുതൽ കപ്പാസിറ്റി ഉള്ള സെല്ലുകളോ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മീനിങ്. Thank you for watching. See you in the next video.